എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. CPM-ൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന അന്തഛിദ്രങ്ങളെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ് ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത്. ഇത് ഓരോ ദിവസവും പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നു. CPM ഈ തിരുവായ്ക്കെതിരുവായില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന CPM-ൽ ഇപ്പം ആർക്കും എന്തും ചെയ്യാം, ആരെയും ചോദ്യം ചെയ്യാൻ ഇറങ്ങിപ്പോകാം എന്നുള്ള ഒരു സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. അതായത് ആർക്കും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് CPM പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി എല്ലാവരെയും വിറപ്പിക്കാനായിട്ട് എല്ലാവരെയും മൂക്കിക്കയറ്റി വെടിവെക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ജില്ലകളിലും ഓടി നടക്കുന്നുണ്ട്. ഇപ്പം കരുനാഗപ്പള്ളിയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എല്ലായിടത്തും പ്രശ്നമാണ്. പാലക്കാടും ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ശരിക്കും പാർട്ടി നേതൃത്വത്തിൻ്റെ ഈ താൻ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്യുന്ന അണികളെയാണ് നമ്മളിപ്പോൾ ചുറ്റുപാടും കാണുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മാധ്യമങ്ങളിൽ ഈ വാർത്ത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് CPM എന്നാണ് ഇന്നലത്തെ മനോരമ വാർത്ത. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനവും സമാന്തര ഓഫീസും. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇന്നും ഉണ്ട് അതിൻ്റെ വാർത്ത. തിരുവനന്തപുരത്തും CPM-ൽ പോരും. തോറ്റ സെക്രട്ടറി ഇറങ്ങിപ്പോയി. ഏരിയ സമ്മേളനം അലങ്കോലമായി. മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിടുമെന്ന് സൂചന. ജില്ലാ സെക്രട്ടറി വി ജോയി MLA-ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. അപ്പോൾ ഈ പുറത്താക്കപ്പെട്ട മധു മുല്ലശ്ശേരി ഇന്നലെ ചില ചാനലുകളിൽ ഈ അന്തിചർച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ചാനൽ അവതാരകർ ചോദിക്കുന്നു, ഏത് പാർട്ടിയിലൊക്കെ പോകാനാണ് ഇതിന് താല്പര്യം, BJP-യിലോട്ട് പോകുമോ കോൺഗ്രസിലോട്ട് പോകുമോ? അപ്പോൾ അദ്ദേഹം പറയാം, രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോയില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ജനസേവനം നടത്താതെ പറ്റുമോ? അതായത് ചിലപ്പോൾ CPI, ചിലപ്പോൾ കോൺഗ്രസിൽ പോകും, ചിലപ്പോൾ BJP-യിൽ പോകും. അതൊന്നും പറയാനൊക്കത്തില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോയില്ലേ. ഇത് കേട്ടത് ഇവർക്ക് ദൈവദത്തമായ അവകാശം ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ രാഷ്ട്രീയത്തെ ഇവർ സേവിച്ചില്ലെങ്കിൽ ഇവിടെ ലോകത്ത് പ്രളയം വന്ന് മുങ്ങിപ്പോകുന്നതാണ്. ഈ ഭയങ്കര തത്വവും ജ്ഞാനവും പ്രത്യയശാസ്ത്രപരവും തത്വാധിഷ്ഠിതവും ഒക്കെ പറയുന്ന CPM-ൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാനില്ലെങ്കിൽ വെള്ളപ്പൊക്കം ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ജനിച്ചു പോയില്ലേ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോയില്ലേ, ഈ ജനങ്ങളെ സേവിക്കാതെ പറ്റുമോ? നമ്മുടെ തലയിൽ ആ ഒരു ഭാരം ദൈവം കയറ്റി വെച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു ചോദിക്കുന്നത്. തോൽക്കാനായിട്ട് മത്സരിച്ച ആളാണ് ഈ വി ജോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹമൊക്കെ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഇലക്ഷന് ആൾക്കാർ നിൽക്കുന്നത് ഇലക്ഷന് ജയിച്ചില്ലെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ടാണ് തോറ്റാലും പൈസ കിട്ടും ഈ ഇലക്ഷൻ മത്സരിച്ചാൽ. അതുകൊണ്ടാണെന്നാണ് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കൂടെ കിടന്ന ആൾ തന്നെ വിളിച്ചു പറയുകയാണ്, CPM പാർലമെൻറ്റിൽ മത്സരിപ്പിച്ച വി ജോയി തോക്കാനായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ അതെന്താണെന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനമാനങ്ങൾ വേണം, അതാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന്. അതല്ല, ഈ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും. നിരവധി ഈ പിരിവിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കാനും പിരിവിലൂടെ ഒരുപാട് പൈസ കിട്ടാനും ഒക്കെ ഒരു കാരണമാണ് ഈ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി. എല്ലാ സ്ഥാനാർത്ഥിത്വം അങ്ങനെ തന്നെ പാർലമെൻറ്റിൽ കുറച്ച് കൂടുതൽ കിട്ടും. അത് പ്രത്യേകിച്ച് CPM പോലുള്ള ഒരു കേരളത്തിലെ നമ്പർ 1 പാർട്ടി, അത് ഭരണ പാർട്ടിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ആ പൈസ എടുക്കാനായിട്ടാണ് അദ്ദേഹം മത്സരിച്ചതെന്നാണ് ഈ കൂടെ കിടന്ന ഈ മധു മുല്ലശ്ശേരി പറഞ്ഞത്. പക്ഷേ അത് മധു മുല്ലശ്ശേരി എടുത്തു പറഞ്ഞിട്ടില്ല. അത് അണ്ടർസ്റ്റുഡാണ് ആ കാര്യം. അതേ കണക്ക് തന്നെ ഈ CPM-ൻ്റെ ഓരോ അവസ്ഥകൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ EP ജയരാജൻ, നമ്മുടെ ചിറ്റപ്പൻ ജയരാജൻ പറയുന്നു, CPM-നെ തോൽപ്പിക്കാനായിട്ട് അങ്ങ് അമേരിക്കയിൽ നിന്ന് സായിപ്പുമാർ അമേരിക്കയിൽ നിന്ന് ആളിനെ വിടുന്നുണ്ടെന്ന്. ഇത്ര ലജ്ജാകരമായി ഇയാൾ എന്തൊക്കെയോ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയൊക്കെയുണ്ടെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഈ കഴുതുകളായ അണികളെ ഇത് പറഞ്ഞാണ് പ്രലോഭിപ്പിക്കുന്നത്.
അതായത് ഈ കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്ന അണികൾ ഉണ്ടെന്നുള്ളതാണ് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ദയനീയം. അതായത് കേരളത്തിലെ ഈ ഇട്ടാവട്ട സ്ഥലത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ CPM താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് ആളിനെ വിടുന്നുണ്ടെന്ന്. ഇവരെന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടം ചികിത്സയ്ക്കും പണപ്പെരുവിനും ഒക്കെ ആയിട്ട് ഈ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ് പതിവ്. നമ്മുടെ പിണറായി വിജയൻ തന്നെ ചികിത്സയായിട്ട് എപ്പോഴും അങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്. ഇപ്പോൾ ചിറ്റപ്പൻ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വിടുന്നുണ്ട് CPM താഴെ ഇറക്കാനെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യയുടെ വിഷയമൊക്കെ ഇങ്ങനെ ഈ അമേരിക്കയിലെ ഈ കറുത്ത കരങ്ങളായിരിക്കുമല്ലോ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ എന്ത് നോക്കിയാലും ഈ ഇപ്പം AVM മരണം, നവീൻ ബാബുവിൻ്റെ മരണം, അതിൻ്റെ പിന്നിൽ അമേരിക്ക ഉണ്ടാകുന്ന ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ പാവപ്പെട്ട വിഡ്ഢികളായ അണികളോട് ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അങ്ങനെ. നമ്മുടെ ആൾക്കാരല്ല ഇതിൻ്റെ ഒന്നും പ്രവർത്തിച്ചത്. ഇതിൻ്റെയൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള കരങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് ഇവരുടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ ലോക്കൽ തലങ്ങളിലുള്ള പാർട്ടി മീറ്റിങ്ങുകളിലാണ് ഇത്തരം മണ്ടത്തരങ്ങൾ ഇവർ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഈ പാർട്ടിയുടെ കൺസെപ്റ്റ് തന്നെ പോയി. അവരൊക്കെ വെറും കാഴ്ചക്കാരാണ്. ഇപ്പോൾ ഇതിന് പൈസ ഉണ്ടാക്കാനായിട്ട് കുറേ ആൾക്കാർ, കുറേ തമ്പുരാക്കന്മാർ ഇങ്ങനെ നിന്ന് ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് കൂടുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് പൈസ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ തരികിട പരിപാടിയിലും ഇവരുടെ ഒരു റോളുണ്ട്. എന്നിട്ട് ഇവർ അത് അംഗീകരിക്കത്തുമില്ല. അപ്പോൾ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രത്യേക അവസ്ഥ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിനകത്ത് വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ പെൻസിൽ സ്കെച്ച് ഇതാണ്. ഇവരുടെ ചിഹ്നമാണ് അരിവാൾ ചുറ്റ് നക്ഷത്രം. അത് മൊത്തമേ കത്തുവാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടൊരു പഴയ കർഷക തൊഴിലാളി അന്തം വിട്ട് നിൽക്കുക. അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി ഇതിൻ്റെ കൺട്രോളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവരുടെ നിന്ന് പോയി. ഇപ്പോൾ ഒരു കൂട്ടം മാഫിയകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അരിവാൾ ചുറ്റ് നക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കാർട്ടൂണിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ജയിൽ ടൂറിസം നടപ്പാക്കുമെന്നാണ്. ജയിൽ ടൂറിസം വേറെ ഒന്നിലും കണ്ടില്ല. ഇവിടെ ഉള്ള സാധാരണ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ടൂറിസം പുഷ്ടിപ്പെടുത്താനായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഉടായ്പ പരിപാടികളും ഈ തരികിട പരിപാടികളും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അവസാനം ജയിൽ ടൂറിസം ഒരു പദ്ധതി. പിന്നെ കഴിഞ്ഞ ദിവസം ജയിൽ ഉപദേശക സമിതിയുടെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ഈ ജയിൽ അന്തേവാസികളുടെ ആത്മാഭിമാനം ജീവനക്കാർ ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണ ജനങ്ങളുടെ ആത്മാവസ്ഥാരോ അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ നേരിടുന്ന പോലീസ് സാധാരണ സമര പ്രവർത്തകരോട് ചെയ്യുന്ന ഒരു മാനുഷിക പരിഗണനയൊക്കെ നമുക്ക് കാണാം. അതൊന്നും പുള്ളിയുടെ നവകേരള യാത്രയിൽ തന്നെ നമുക്കറിയാം. ഇദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പേര് വിളിച്ച സംഭവം ചെടിച്ചട്ടി കൊണ്ട് പാർട്ടി പ്രവർത്തകരും ലാത്തി കൊണ്ട് പോലീസുകാരും നടത്തുന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അടിച്ച് തലതല്ലി പൊട്ടിച്ചിട്ട് അതൊന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. ജയിൽ പുള്ളികളുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് ഉത്കണ്ഠ. അതെന്താണെന്നറിയത്തില്ല. ഈ ജയിലിൽ കിടക്കുന്നവർ കൂടുതലും ഇവരുടെ ആയതുകൊണ്ടാണോ ഇനി അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനുള്ള അവസരമായി എന്ന് വെച്ചിട്ടാണോ എന്നറിയത്തില്ല. ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളുടെ മാന്യത ചോദ്യം ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം. കേരളം നേരിടുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ തടവുകാരുടെ ആക്രമണം കൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് ബുദ്ധിമുട്ട്.
ജയിലുദ്യോഗസ്ഥർ ഒരു കണക്കിനാണ് അവിടെ ജീവിച്ചു പോരുന്നത്. ഇവരുടെ തേർവാഴ്ചയാണ് അവിടെ. അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനെ ഈ ജയിലിലെ ചട്ടങ്ങൾ തന്നെ പാലിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ ഈ പോലീസുകാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് അവർ വിഷമിക്കുകയാണ്. അതിനിടയ്ക്കാണ് പറയുന്നത് ഈ തടവുകാരുടെ ആത്മാഭിമാനം പോലീസുകാർ സംരക്ഷിക്കണം. ഈ തടവ് ജയിലധികൃതർ സാധാരണക്കാരുടെ ഒന്നും കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഇത്ര ഉത്കണ്ഠയുണ്ട്. അതേ കണക്കാണ് തന്നെയാണ് നമ്മുടെ ഇ.പി. ജയരാജൻ ഇപ്പോൾ പറയുന്നത്. ഇ.പി. ജയരാജൻ പറയുന്ന കണക്കൊരു മണ്ടത്തരം CPM-ലെ വേറെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ? പണ്ട് നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക എന്ത് പറഞ്ഞാലും അമേരിക്കയുടെ കറുത്ത കൈയായിരുന്നു ഇവർ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരുന്നു. അമേരിക്കയുടെ കറുത്ത കൈ ഇതിൻ്റെ പിന്നിലുണ്ട്, ഞങ്ങൾ CPM-കാരൻ ഇതിനകത്ത് നിരപരാധികളാണ്. അതേ കണക്ക് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ നവീന കാലഘട്ടത്തിൽ, AI യുഗത്തിലും ഇദ്ദേഹം പറയുന്നത് ഇതാണ്, അമേരിക്കൻ സാമ്രാജ്യത്വം ഈ CPM മൊത്തം CPM ഉണ്ടെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ്റെ CPM-നെ താഴെ ഇറക്കാനായിട്ട് ആളിനെ വിടുന്നുണ്ടെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇങ്ങനൊക്കെ ഈ ആന മണ്ടത്തരം പറഞ്ഞിട്ട് അവരെ ഒന്ന് ശാസിക്കാനോ തിരുത്താനോ, അല്ലെങ്കിൽ ഈ മണ്ടത്തരം ഇനി പറയരുത്, ഈ കാലഘട്ടത്തിൽ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ പാർട്ടിയിൽ ഒരാളുമില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ ഈ അന്തംഗമ്മികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സിലബസാണ് നമ്മൾ ഈ കാണുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഇതൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇത് കാണാതെ പഠിച്ചുകൊണ്ടാണ് ഈ ഇറങ്ങുന്നത് തർക്കിക്കാനായിട്ട്. ചാനൽ ചർച്ചകളിലും മറ്റും തർക്കിക്കാനായിട്ട് അന്തംഗമ്പികളെ ഇറക്കി വിടുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിപ്പിച്ചിട്ടാണ്. ഈ പാർട്ടി യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർമാരാണ് ഈ പറഞ്ഞ ജയരാജന്മാരും ഇവരൊക്കെ. M.V. ഗോവിന്ദനും ഇതല്ലെങ്കിൽ വേറൊരു സ്റ്റൈലിൽ അങ്ങേരും പറയും. ഇപ്പം ഇത്രയും കടിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ M.V. ജയരാജൻ മാത്രമാണ്. CPM-നെ തകർക്കാനായിട്ട് അമേരിക്കക്കാർ പൈസ കൊടുത്തു വിടുന്നുണ്ട്. എന്നാൽ അമേരിക്ക അങ്ങ് ബഹിഷ്കരിക്കട്ടെ, അമേരിക്ക പോയി ചികിത്സിക്കാതിരിക്കട്ടെ, അമേരിക്കയുടെ ഒരു കാര്യം സ്വീകരിക്കാതിരിക്കട്ടെ. ഇത് ലോൺ വേണമെങ്കിലും പൈസയ്ക്കും ചികിത്സയ്ക്കും ഒക്കെ അമേരിക്കയിലോട്ട് വെച്ച് പിടിക്കും. എന്നിട്ട് അമേരിക്കയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. അതിൽ വിശ്വസിക്കാനായിട്ട് കുറേ വിവരം കെട്ട ആൾക്കാരുണ്ട് കൂടെ. അതാണ് അവസ്ഥ. അപ്പം നമുക്ക് ഇവരുടെ നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പം നേരിടുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കത്തി തീരാറായി. ഇതെല്ലാം കണ്ട് ഈ പാവപ്പെട്ട ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടും ഇവരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കമ്മ്യൂണിസം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസം നിലനിൽക്കുന്നത് കുറേ ആളുകളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നത്.
കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനൊരു ഹെഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, CPM-ൽ പ്രതിസന്ധി രൂക്ഷം. അപ്പോൾ ഈ അവരുടെ ജീവനാഡിയായിരുന്ന അഴുവത്തുറ്റ നക്ഷത്രത്തിന് ഇപ്പോഴത്തെ വന്നു ഭവിച്ചിരിക്കുന്ന ഈ അവസ്ഥ കണ്ട് ഈ പാവപ്പെട്ട പൗരൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. നമുക്കിനി ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് പണിയോടെ ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. ഈ ആഴ്ചയിലെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹബ്.